ജൂബിലി മാന്യമായ ശമ്പളം നൽകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു ഗവൺമെന്റിന്റെ ഒരു ഓർഡർ കണ്ടു. ജൂൺ മാസത്തിൽ ഗവൺമെന്റ് തൃശ്ശൂര് ആസ്പത്രിയിലേക്ക് എന്റെ വാട്സപ്പിലുണ്ട്, ഞാനത് നിങ്ങൾക്ക് ഇട്ടുതരാം. ഗവൺമെന്റ് ആസ്പത്രിയിലേക്ക് കരാർ അടിസ്ഥാനത്തില് നഴ്സുമാരെ അവരാവശ്യപ്പെടുന്നു. 20,500 രൂപയാണ് ഗവൺമെന്റ് ഈ കരാർ അടിസ്ഥാനത്തില് കൊടുക്കുന്ന ശമ്പളം. 20,500. ജൂബിലി കൊടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞവർക്ക് 32,700, 712 രൂപയാണ്. ഇതുപോലെ തന്നെ ഇത് ഇപ്പോഴും സമരം നഴ്സുമാര് മാത്രമാണ് ചെയ്യുന്നത്. എന്റെ ഒരു ചോദ്യം, നഴ്സുമാരെ പോലെ തന്നെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന എത്രയോ വ്യക്തികള് നമ്മുടെ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും കേരളത്തിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നഴ്സുമാര് +2 കഴിഞ്ഞിട്ട് 4 വർഷം പഠിക്കണം. ഇതുപോലെ തന്നെ പഠിക്കുന്നവരാണ് നമ്മളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് BEdും TTCയും പഠിക്കുന്ന അധ്യാപകർ. പ്രൈവറ്റ് സ്കൂളുകളിൽ അവർക്ക് എത്ര ശമ്പളം ഉണ്ട്? ഇവിടെ പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ കൂടി ഉണ്ടാവും. അവർക്ക് എത്ര ശമ്പളം ഉണ്ട്? നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ആസ്പത്രിക്ക് ഒരു മിഷനുണ്ട്, ഒരു ദർശനമുണ്ട്. നമ്മുടെ ആസ്പത്രി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആസ്പത്രിയിൽ വരുന്ന അന്യമതസ്ഥർക്ക് 30% മെഡിക്കാർഡ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ തന്നെ ഈ 2-3 ആഴ്ചയിലുള്ളിൽ 6 മെഡിക്കാർഡ് കൊടുത്തു. അന്യമതസ്ഥർക്ക് വേണ്ടിയിട്ടാണ്. അവരെല്ലാവർക്കും ഈ കാർഡ് കൊണ്ടുകൊടുത്താല് 30% റിഡക്ഷൻ കിട്ടും. നമുക്ക് 40 ഉള്ളൂ. അപ്പൊ നമ്മള് കത്തോലിക്കരും ക്രിസ്ത്യാനികളെ മാത്രം പരിഗണിക്കുന്നവരല്ല. ഇനി നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മൾ നോക്കുക. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ മതസ്ഥർക്കും ഉണ്ട്. നമ്മൾ മതം നോക്കിയിട്ടൊന്നുമല്ല, നമ്മള് ജനങ്ങളുടെ നന്മയാണ് നോക്കുന്നത്. അപ്പോ ഒരു വിഭാഗം ഇതിന് എതിരായിട്ട് വരികയും അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു ആസ്പത്രിയിൽ പോയി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാ ശമ്പളം? അപ്പൊ അവര് എന്നോട് പറഞ്ഞു 18,000. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ഇവിടെ സമരം നടത്താത്തെ? എന്താ UN അവിടെ സമരം നടത്താത്തെ? അപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു അജണ്ട ഉണ്ട്. കാരണം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ആസ്പത്രികളാണ് അമലയും ജൂബിലിയും. അത് തളർത്തി കഴിഞ്ഞാല് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് മുന്നോട്ട് പോവാം. ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ഭരണമുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ട്. ഈ സമരം തുടങ്ങിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താ. അവര് മിണ്ടാതിരുന്നു. ഇലക്ഷന്റെ സമയത്ത് അവര് ആ സമയത്താണ് തുടങ്ങിയത്. ആ കഴിഞ്ഞ ഗവൺമെന്റും മിണ്ടിയില്ല, ഇപ്പോഴും മിണ്ടിയില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് അവരോട് പറഞ്ഞു ഏകദേശം 2 മാസത്തോളം കാലാവധി വേണം. ആ 2 മാസത്തിന്റെ കാലാവധിയുടെ ഉള്ളില് അവര് മിനിമം വേതനം നിശ്ചയിക്കും, അതിനുശേഷം കൊടുക്കും. അത് ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്. ഇവരോട് സമരം പിൻവലിക്കാൻ പറഞ്ഞു, ഇവര് പിൻവലിക്കുന്നില്ല. നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത് മാന്യമായ ശമ്പളം എല്ലാവർക്കും കൊടുക്കണം. അതിൽ യാതൊരു തർക്കമില്ല. അതിന് അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവമാനിക്കാനും അവഹേളിക്കാനും എല്ലാ സ്ഥലങ്ങളിലും അവർ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് സാധിക്കുക. അതൊന്നും ഒരിക്കലും ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തില് സാധ്യമല്ല. ഇന്ന് എല്ലാ കാര്യങ്ങളും റിട്ടൺ ആയിട്ടുണ്ട്. ഇത് ആരും കളവ് പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ജൂബിലി ആസ്പത്രിയിൽ പോയിട്ട് അവിടെ ഓരോരുത്തർക്കും കൊടുക്കുന്ന ശമ്പളം എത്രയാന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള ആസ്പത്രിയിൽ കൊടുക്കുന്ന ശമ്പളം എത്രയാന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പൊ അതിന് ഉത്തരം കിട്ടും. ഇനി ഈ സമരക്കാര് കൂടുതലായിട്ട് പറയുന്നുണ്ട് അവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. നിങ്ങൾ ജൂബിലിയിൽ ഇപ്പൊ പോയാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ സമരം തുടങ്ങിയപ്പോൾ ഏകദേശം 200 നഴ്സുമാരെ കരാർ അടിസ്ഥാനത്തിൽ ജൂബിലി വെച്ചു. 200 നഴ്സുമാര് നമ്മൾ ഇവിടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും നഴ്സുമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അവിടെ വരാം. മാന്യമായ ശമ്പളം അവർക്കും കിട്ടുന്നുണ്ട്. ഇനി ഈ ചെറിയ ആസ്പത്രികളിൽ നിന്നൊക്കെ ഇവരെല്ലാവരും വരുന്നത് ജൂബിലിക്കാണ്. കാരണം എന്താ? അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം, നല്ല ശമ്പളം കിട്ടണം. അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ സമരത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം അവർക്കുണ്ടാകും. അത് കോർപ്പറേറ്റ് ആസ്പത്രികളുടെയോ മറ്റു പല ലക്ഷ്യങ്ങളുടെയോ അതെനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു ഹിജണ്ടമായ അജണ്ടയുണ്ട്. ആകയാല് നമ്മളെല്ലാവരും
അതിരൂപതയോടുകൂടെ നിൽക്കുവാനും ഒപ്പം തന്നെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സാലറി എന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നു അന്ന് കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂപതയുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. 2 ലക്ഷം 6 ലക്ഷം അവിടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ജേക്കബ് ഏട്ടന്റെ വാല്യൂ മാറ്റി വയ്ക്കാൻ നമ്മുടെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയപ്പോ 18 ലക്ഷം പറഞ്ഞത്, ജൂബിലിയില് 6 ലക്ഷം. എന്നിട്ട് ജേക്കബ് ഏട്ടനോട് ജൂബിലി ആശുപത്രിക്കാർ പറഞ്ഞു, ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയാൽ BPL കാർഡ് ഉണ്ടെങ്കിലും AY കാർഡ് ഉണ്ടെങ്കിലും അതിനേക്കാളും കുറവ് കിട്ടും. ജൂബിലി ജേക്കബ് ഏട്ടനോട് പിടിച്ചു നിർത്തിയിട്ട് ചെയ്യാനൊന്നും പോയില്ല. ജേക്കബ് ഏട്ടനോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയാൽ അത് കുറവ് കിട്ടും. അന്യായമായ സമരമുറകള്, അതായത് നഴ്സിംഗ് മേഖലയിലെ അന്യായമായ സമരമുറകൾക്കും അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ തെറ്റായ പ്രവണതകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ സഭയുടെ നേതൃത്വത്തിലുള്ള ജൂബിലിയും അമലയും. സാധാരണക്കാരായ ജനങ്ങൾ, അത് നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ളവരും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വരെ ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന ഒരു ആശുപത്രി. അത് അവിടുത്തെ വേറെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നല്ല, അവിടുത്തെ ചികിത്സാ മികവും ഏറ്റവും കുറഞ്ഞ ചെലവിലേക്ക് നമുക്ക് മികച്ച ചികിത്സ ലഭ്യമാകണു എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. അതിനെതിരെയാണ് ഇപ്പൊ UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ ഒരു സമര പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നഴ്സുമാർ മാത്രമല്ല, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്, പല രീതിയിലുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഈ ഒരു കുറവ് ഇവർക്ക് മാത്രം ഉണ്ടാവുന്നത് എങ്ങനെ? നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ 32,718 രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളം കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും മികച്ച ജൂബിലിയെ തകർക്കാൻ എന്തോ ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അതിനെതിരെ സഭാ നേതൃത്വത്തോടൊപ്പം നമുക്കും ഒറ്റക്കെട്ടായി മുന്നേറാം. താങ്ക് യു.